ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്കിന്ന് നേച്ചേഴ്സ് പ്ലെൻറ്റി എന്ന യൂണിറ്റിലെ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആൻഡ് ആൻസേഴ്സ്, അതിലെ ആക്ടിവിറ്റീസും അതിലെ ആൻസേഴ്സും ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോറിയിൽ തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് ആദ്യം നോക്കാം. അതും ഫസ്റ്റ് ക്വസ്റ്റ്യൻ, What prevented the boy from seeing the river? What prevented the boy from seeing the river? ഈ റിവർ കാണുന്നതിൽ നിന്നും കുട്ടിയെ തടഞ്ഞത് എന്തായിരുന്നു എന്നാണ്. എന്തായിരുന്നു? The mountain prevented the boy from seeing the river. The mountain prevented the boy from seeing the river. Okay. Then second one, what did the boy hear about the river from the villagers? What did the boy hear about the river from the villagers? ഈ കുട്ടി ബോയ് റിവറിനെ കുറിച്ച് വില്ലേജേഴ്സ് ഗ്രാമീണരിൽ നിന്നും എന്താണ് കേട്ടത്? എന്താ ആൻസർ? The boy had heard about the fish in the waters of the river and about the rocks. എന്തിനെ പറ്റിയായിരുന്നു കേട്ടത്? About the fish in the waters of the river. പുഴയിലുള്ള മത്സ്യത്തെപ്പറ്റി, അതുപോലെ about the rocks, ഓക്കെ, പാറക്കല്ലുകളെ പറ്റിയൊക്കെ ആയിരുന്നു അവൻ കേട്ടിട്ടുണ്ടായിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, why did the boy like to walk barefooted? Why did the boy like to walk barefooted? Barefooted meaning നഗ്നപാതനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബോയ് നഗ്നപാതനായിട്ട് നടക്കാൻ ഇഷ്ടപ്പെട്ടത്? ആൻസർ, the boy walked barefooted as he liked the feel of warm stones and cool grass. ഓക്കെ, അപ്പോൾ അവന് നമ്മളെപ്പോലെ തന്നെ എന്ത് അനുഭവിക്കാൻ വേണ്ടി അവൻ ഇഷ്ടപ്പെട്ടു? The boy walked barefooted as he liked the feel of warm stones and cool grass. അപ്പോൾ വാം സ്റ്റോൺസിൻ്റെയും അതുപോലെ കൂൾ ഗ്രാസ് ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്തത്? ബെയർഫൂട്ടഡ് ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, then next question, number 4, how did the boy get a chance to see the river? ഈ പുഴ കാണാൻ ഈ കുട്ടിക്ക് എങ്ങനെയാണ് അവസരം ലഭിച്ചത്? The boy's father and mother had gone to visit their relatives. ഈ ബോയിയുടെ ഫാദറും മദറും റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. and left him on his own. അവന് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹിസ് പാരൻസ് വുഡിൻ റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. അപ്പോൾ ഒരിക്കലും പാരൻസ് വൈകുന്നേരം വരെ തിരിച്ചു വരില്ല. ബൈ ദിസ് ടൈം, ഈ സമയം ഹി കുഡ് ഗോ ആൻഡ് സീ ദ റിവർ. അവൻ എങ്ങോട്ട് പോകാൻ സാധിച്ചു? ആ പുഴയുടെ അടുത്തേക്ക് പോവുകയും ആൻഡ് സീ ദ റിവർ, എന്നിട്ട് പുഴ കാണാനും അവന് സാധിച്ചു. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡിഡ് ദ വുഡ് കട്ടർ എൻകറേജ് ദ ബോയ് ടു ഗോ ടു ദ റിവർ? ഈ വുഡ് കട്ടർ ഈ കുട്ടിയെ പുഴയുടെ റിവറിൻ്റെ അടുത്തേക്ക് പോകുന്നത് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ്. വാട്ട് ഈസ് ആൻസർ? നോ, ഇല്ല. ദ വുഡ് കട്ടർ ഡിഡ് നോട്ട് എൻകറേജ് ദ ബോയ് ടു ഗോ ടു ദ റിവർ. ഒരിക്കലും എൻകറേജ് ചെയ്തില്ല, അല്ലേ? അവന് ധൈര്യം തന്നെ നൽകിയില്ല. ദ വുഡ് കട്ടർ ഡിഡ് നോട്ട് എൻകറേജ് ദ ബോയ് ടു ഗോ ടു ദ വാട്ടർ. അദ്ദേഹം എന്ത് ചെയ്തില്ല? അവനെ എൻകറേജ് ചെയ്തില്ല. പുഴയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഒരിക്കലും വുഡ് കട്ടർ ആ കുട്ടിയെ എൻകറേജ് ചെയ്തില്ല. നമ്പർ 6, ആറാമത്തെ ക്വസ്റ്റ്യൻ, വാസ് ദ ബോയ് എ ഗുഡ് വാക്കർ? പിക്ക് ഔട്ട് ദ സെന്റൻസ് ദാറ്റ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ കുട്ടി നല്ലൊരു ഗുഡ് വാക്കർ ആയിരുന്നു, നല്ലൊരു നടത്തക്കാരനായിരുന്നോ? ഏത് സെന്റൻസ് എന്നാണ് നമുക്കത് മനസ്സിലാകുന്നത്? അപ്പോൾ ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. ദെൻ ആൻസർ നോ, അല്ല. ദ ബോയ് ഈസ് നോട്ട് എ ഗുഡ് വാക്കർ. അവൻ എന്തായിരുന്നില്ല? നല്ല വാക്കർ ആയിരുന്നില്ല. അപ്പം നമുക്ക് ഏത് സെന്റൻസ് എന്നത് മനസ്സിലാവുന്നുണ്ട്? ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. അല്ലേ? അവനാകെ നടന്നത് അവൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കാണ്, അതിലപ്പുറം അവൻ പോയിട്ടേ ഇല്ല. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ദ ബോയ് ഈസ് നോട്ട് എ ഗുഡ് വാക്കർ. ഇനി 7th ക്വസ്റ്റ്യൻ, ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ മീൻ? 7th ക്വസ്റ്റ്യൻ, ദ ഹാൻഡ്സ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ എന്ന സെന്റൻസ് നമുക്ക്
കഥയിൽ കാണാൻ പറ്റും. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ മീൻ? എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ദെൻ വെൻ ദ ഗേൾ മൂവ്ഡ് ഹർ ഹാൻഡ്സ്, ആ പെൺകുട്ടി അവളുടെ കൈകൾ ചലിപ്പിച്ചപ്പം ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക്, അവൾ ധരിച്ചിരുന്ന വളകളൊക്കെ ഒരു തരം സംഗീതം പുറപ്പെടുവിച്ചു. ആസ് ദോ ദേ വേർ സ്പീക്കിംഗ് ടു ഈച്ച് അതർ, ഏതുപോലെയുണ്ട് അതിൻ്റെ ശബ്ദം? അവകൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ. അണ്ടർസ്റ്റാൻഡ്? Then eighth question. Identify the expression used by the author to describe the flow of water. ജലത്തിൻ്റെ ഒഴുക്കിനെ ഓഥർ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എ സഡൻ റോറിംഗ് സൗണ്ട്, ദ സൗണ്ട് ഓഫ് ദ റിവർ എന്നിങ്ങനെ തുടങ്ങുന്നത് കാണാൻ പറ്റും. ഓക്കെ. ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ. വാസ് ദ ബോയ് റിയലി തേഴ്സ്റ്റി? സത്യത്തിൽ വാസ് ദ ബോയ് റിയലി തേഴ്സ്റ്റി? ആ കുട്ടി തേഴ്സ്റ്റി ആയിരുന്നോ? വാട്ട് മെയ്ഡ് ദ ബോയ് തേഴ്സ്റ്റി? എന്താണ് അവനെ ദാഹമുള്ളവനാക്കിയത്? നോ, അവൻ എന്തായിരുന്നില്ല? ദാഹമുള്ളവനൊന്നായിരുന്നില്ല. ദ ബോയ് വാസ് നോട്ട് റിയലി തേഴ്സ്റ്റി, ബട്ട് ദ കോൾഡ് ആൻഡ് റിഫ്രഷിംഗ് വാട്ടർ ദാറ്റ് കെയിം ഫ്രം ദ ഹിൽ സൈഡ് മെയ്ഡ് ഹിം ഫീൽ മോർ തേഴ്സ്റ്റി. പിന്നെ എന്താണ് അവനെ ദാഹമുള്ളവനാക്കിയത്? അല്ലെ, നല്ല ഫ്രഷ് വാട്ടറാണ് കുന്നിൻ ചെരുവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കുടിക്കാനുള്ള അവൻ്റെ ആ ഇഷ്ടം, അതായിരുന്നു അവൻ എന്താക്കി മാറ്റിയത്? തേസ്റ്റിയാക്കി മാറ്റിയത്. Then 10th question. Why was the boy sure that he had covered half the way? എങ്ങനെയാണ് ഈ കുട്ടി ഉറപ്പിച്ചത് അവന് പകുതി ദൂരം പിന്നിട്ടിട്ടുണ്ടായിരുന്നു എന്ന് അവന് എങ്ങനെയാണ് ഉറപ്പിച്ചത്? The boy was sure that he had covered half the way because he had walked for over an hour. Understand? കാരണം അവൻ 1 മണിക്കൂറോളം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ഉറപ്പിച്ചു എന്ത്? പകുതി ദൂരം പിന്നിട്ടിട്ടുണ്ട് എന്ന്. The 11th question. The boy unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. അല്ലേ, ഒരു കഷ്ണം ആ വില്ലേജ് ബോയ്ക്ക് അവൻ ഓഫർ ചെയ്തു, അവൻ്റെ ബ്രെഡിൻ്റെ കഷ്ണം എന്നൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബോയ് ഈസ് റിവീൽഡ് ഹർ? ഇവിടെ എന്ത് ആറ്റിറ്റ്യൂഡാണ്, ഈ കുട്ടിയുടെ എന്ത് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഈ സെൻറ്റൻസിൽ നിന്ന് മനസ്സിലാകുന്നത്? ഹി ഈസ് വെരി കൈൻഡ് ആൻഡ് സിമ്പത്തറ്റിക്, വളരെ ദയാലുവായ ഒരു കുട്ടിയായിരുന്നു അവൻ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഹി ഹാസ് ദ ഗുഡ് ക്വാളിറ്റീസ് ഓഫ് ഷെയറിങ് തിങ്സ് വിത്ത് അതേഴ്സ്. അല്ലേ, നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഈ കുട്ടിക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹാവ് യു എവർ ഷെയർഡ് യുവർ ഫുഡ് വിത്ത് ദ നീഡി? ഹാവ് യു എവർ ഷെയർഡ് യുവർ ഫുഡ് വിത്ത് ദ നീഡി? ഡിസ്ക്രൈബ് സച്ച് എക്സ്പീരിയൻസസ് ഇഫ് എനി. അപ്പം നിങ്ങൾ ഇങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾ ഫുഡ് ഷെയർ ചെയ്യാറുണ്ടോ? ആ എക്സ്പീരിയൻസ് നിങ്ങൾ എഴുതാനാണ്. അപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് നിങ്ങൾ അവിടെ എഴുതണം. ഓക്കെ. Then 12th question. 12ാമത്തെ ക്വസ്റ്റ്യൻ. Why did the boy feel discouraged? കുട്ടിക്കൊരു നിരാശ തോന്നാൻ കാരണം എന്താണ്? അല്ലേ, അവനൊരു ധൈര്യം ചോർന്നു പോയ മാതിരി അവന് ഫീൽ ചെയ്തത് എന്തുകൊണ്ടാണ്? When the village boy left him, he was very sad. He was far away from his home. സത്യത്തിൽ അവന് അവൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരത്തായിരുന്നു. And the river was not in sight either. അവൻ്റെ കാഴ്ചയിൽ എന്തുമില്ല, റിവറും കാണാനില്ല. സോ ഹി ഫെൽറ്റ് വെരി ലോൺലി. അതുകൊണ്ട് തന്നെ അവന് ഒറ്റക്കായതുപോലെ തോന്നി. ആൻഡ് ഡിസ്കറേജ്ഡ്, അവന് നിരാശ തോന്നി. ഓക്കെ. Then 13th question. The boy found the silence impressive but frightening. Why? The boy found the silence impressive but frightening. Why? കുട്ടിക്ക് ആ നിശബ്ദത ഹൃദയത്തിൽ തട്ടുന്നതായിട്ട് തോന്നി. ബട്ട് ഫ്രൈറ്റനിങ്, എന്നാലോ പേടിപ്പെടുത്തുന്നതായിട്ടും തോന്നി. വൈ? എന്തുകൊണ്ട്? ദ സൈലൻസ് വാസ് ഇംപ്രസീവ്. അല്ലെ, അവന് ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു ആ നിശബ്ദത. ബട്ട് ദർ വാസ് നോ വൺ അറൗണ്ട് ഓർ എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്. പക്ഷെ അവിടെ ഒരു സൗണ്ടും അവന് ചുറ്റുമില്ലായിരുന്നു, ഒരു മനുഷ്യൻ്റെയും ഒരനക്കം പോലും അവിടെ ഇല്ലായിരുന്നു. സോ ഹി വാസ് എ ലിറ്റിൽ ഫ്രൈറ്റൻഡ്. അതുകൊണ്ട് അവന് കുറച്ച് പേടിച്ചു. ഓക്കെ. ദെൻ
14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ബ്രോക്ക് ദ സൈലൻസ് ഓഫ് സ്പേസ്? ദ റോറിംഗ് സൗണ്ട് ഓഫ് ദ റിവർ ബ്രോക്ക് ദ സൈലൻസ്. പുഴയുടെ ഗർജനമാണ് അല്ലെ, ആർത്തിരമ്പുന്ന പുഴയുടെ സൗണ്ട് നിശബ്ദതയെ ഭേദിച്ചു. 15th ക്വസ്റ്റ്യൻ. ദ ബോയ് സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ബട്ട് സ്റ്റിൽ ഹി റാൻ. കുട്ടി സ്ലിപ്പായി, തടഞ്ഞു വീണു, പക്ഷെ എന്നിട്ടും അവന് ഓടി. വൈ? എന്തുകൊണ്ട്? വാട്ട് ഈസ് ദ ആൻസർ? ഹി വാസ് വെരി ഹാപ്പി ടു സീ ദ റിവർ വിച്ച് ഹി ഹാഡ് ഓൺലി ഹേർഡ് ഓഫ്. അവൻ ഒരിക്കൽ കേട്ട ഈ പുഴയെ കണ്ടതുകൊണ്ട് തന്നെ അവന് വളരെ ഹാപ്പി ആയിരുന്നു. വെൻ ഹി സോ ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യം തന്നെ കുട്ടി ഇത് കാണുമ്പോൾ ഹിസ് ഹാപ്പിനെസ് ന്യൂ നോ ബൗണ്ട്സ്. അവന് അതിർത്തികളില്ലാത്ത, പരിധിയില്ലാത്ത സന്തോഷം അവൻ അനുഭവിച്ചു. ഇൻ ഹിസ് എക്സൈറ്റ്മെന്റ് ദോ ഹി സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ഹി സ്റ്റിൽ റൺ. അപ്പോൾ ആ എക്സൈറ്റ്മെന്റിൽ അവന് തടഞ്ഞു വീണിട്ടുണ്ടെങ്കിലും അവന് വീണ്ടും ഓടി. ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വാട്ടർ. വെള്ളത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്ന്? ബ്ലൂ, വൈറ്റ്, വണ്ടർഫുൾ, കോൾഡ്, എക്സെട്ര. ഇനി ഇതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ. ദ വാട്ടർ ഇൻ ദിസ് റിവർ ഈസ് ക്ലീൻ ആൻഡ് ബ്രൈറ്റ്. ആർ അവർ റിവേഴ്സ് ദ സെയിം. അപ്പോൾ ആ പുഴയിലെ വെള്ളം ക്ലീൻ ആൻഡ് ബ്രൈറ്റ്, തെളിഞ്ഞതും ശുദ്ധിയുള്ളതുമായിരുന്നു. ആർ അവർ റിവേഴ്സ് ദ സെയിം. നമ്മുടെ പുഴയിലും ഇതുപോലെയാണോ? ഇഫ് നോട്ട്, അങ്ങനെയല്ലെങ്കിൽ വൈ? എന്തുകൊണ്ടാണ്? അപ്പം നിങ്ങളതിൻ്റെ കാരണങ്ങൾ ഇവിടെ എഴുതണം. ഓക്കെ. ദെൻ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ആക്ടിവിറ്റി ആൻഡ് ഇറ്റ്സ് ആൻസേഴ്സ്. ഓക്കെ. നമ്മൾ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് അതിൻ്റെ ആൻസേഴ്സുമാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് ആക്ടിവിറ്റി. യു ഹാവ് റീഡ് ദ സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ. ഹാവിൻ യു? നൗ try to remember the story and complete the following suitably. നിങ്ങൾ ഹൗ ഫാർ ഈസ് ദ റിവർ ഈ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ. ദെൻ ദിസ് ഇസ് എ സിമ്പിൾ ആക്ടിവിറ്റി. ഫസ്റ്റ് വൺ. ദ സെൻറ്റൻസസ് ദാറ്റ് ഇംപ്രസ്ഡ് യു ദ മോസ്റ്റ്. ദ സെൻറ്റൻസസ് ദാറ്റ് ഇംപ്രസ്ഡ് യു ദ മോസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയ സെൻറ്റൻസുകൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. അപ്പം ഓരോരുത്തർക്കും അവരുടേതായ ചോയ്സ് ആയിരിക്കും. ഓക്കെ. സെക്കൻഡ് വൺ. ദ മൊമെൻറ്റ് യു എൻജോയ് ദ മോസ്റ്റ്. ഈ കഥയിൽ നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത നിമിഷം ഏതായിരുന്നു എന്നുള്ളത് ഇവിടെ എഴുതുക. ഓക്കെ. ദെൻ ദ ക്യാരക്ടേഴ്സ് ഹു ടച്ച്ഡ് യു ഹേർട്ട്. നിങ്ങൾ ഹൃദയത്തിൽ പതിഞ്ഞ ചില ക്യാരക്ടേഴ്സ് ഉണ്ടാകും ഈ സ്റ്റോറിയിൽ. അത് ആരൊക്കെയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ ദ പിക്ചേഴ്സ് ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ യുവർ മൈൻഡ്. ഈ കഥ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞ പിക്ചേഴ്സ് ഉണ്ടാകും. അപ്പോൾ അത് ഇവിടെ എഴുതുക. ഓക്കെ. അപ്പോൾ ഇത് സിമ്പിൾ ആക്ടിവിറ്റിയാണ്. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി. ഹിയർ ആർ ദ തോട്ട്സ് ഓഫ് എ ബോയ് ആഫ്റ്റർ ഹിസ് നേച്ചർ വാക്ക്. Here are the thoughts of a boy after his nature walk. Read it. അപ്പോൾ പ്രകൃതിയിൽ ഇങ്ങനെ നടക്കാനിറങ്ങിയ അല്ലേ, പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി നടക്കാനിറങ്ങിയ ഒരു കുട്ടിയുടെ തോട്ട്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യം ഇത് വായിക്കാം. റീസൺലി, ഈ അടുത്ത്, ഐ വിസിറ്റഡ് എ മൗണ്ടെയിൻ വാലി, ദ മാഗ്നിഫിഷ്യൻറ്റ് വാലി ഓഫ് കാശ്മീർ. അപ്പോൾ ഇവൻ എവിടെ പോയതാണ് ഇവൻ പറയുന്നത്? മനോഹരമായ കാശ്മീർ തായ്വര വിസിറ്റ് ചെയ്തതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് വാസ് സറൗണ്ടഡ് ബൈ സ്നോ ക്യാപ്ഡ് ലോഫ്റ്റി മൗണ്ടെയിൻസ് വിച്ച് മെയ്ഡ് ഇറ്റ് എ ലാൻഡ് ഓഫ് സ്പ്രിങ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേക്സ്. ഫോർ എ മൊമെൻറ്റ് ഐ വണ്ടേർഡ് വെദർ ഐ വാസ് ഇൻ ഹെവൻ. അപ്പോൾ ഈ കാശ്മീരിനെ അങ്ങനെ വർണ്ണിച്ചെഴുതി അവസാനം അവൻ പറയാണ്, ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷം, ഐ വണ്ടേർഡ്, ഞാൻ അത്ഭുതപ്പെട്ടു, വെദർ ഐ വാസ് ഇൻ ഹെവൻ, ഞാൻ സ്വർഗത്തിലാണോ എന്ന് ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു. റിയലി, യഥാർത്ഥത്തിൽ കാശ്മീർ ഈസ് എ ലാൻഡ് ഓഫ് പാരഡൈസ്. കാശ്മീർ എന്നാൽ ഒരു സ്വർഗീയ ഭൂമിയാണ് എന്നൊക്കെയാണ് ഇവൻ എഴുതിയത്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ഫ്രേസസ് ഹി യൂസസ് ടു എക്സ്പ്രസ് ഹിസ് തോട്ട്സ്, റൈറ്റ് ദം ബിലോ. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ അവൻ്റെ തോട്ട്സ് അവനിവിടെ
പ്രകടിപ്പിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഐ വണ്ടർ, നിങ്ങൾ കണ്ടല്ലോ, ഐ വണ്ടേഡ്, ഞാൻ അത്ഭുതപ്പെട്ടു, വെദർ ഐ വാസ് ഇൻ ഹെവൻ, ഞാൻ എവിടെയാണ്, സ്വർഗത്തിലാണോ എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇതാണ് ഇവിടെ അവൻ്റെ തോട്ട്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഐ വണ്ടേഡ് വെദർ ഐ വാസ് ഇൻ ഹെവൻ. നമ്പർ ത്രീ, ദ ബോയ് ഹു ഗോസ് ഇൻ സെർച്ച് ഓഫ് ദ റിവർ ഫീൽസ് ഡിസ്കറേജ്ഡ് വെൻ ഹി മിസ്സസ് ദ വില്ലേജ് ബോയ്. അപ്പോൾ വില്ലേജ് ബോയിയെ വില്ലേജ് ബോയ് അവനെ വിട്ട് പോയപ്പം ഇവനെന്തായി, നിരാശനായിരുന്നു ഈ കുട്ടി. ഹി ലുക്സ് അപ്പ്, അങ്ങനെ അവൻ മേപ്പോട്ട് നോക്കി, ആൻഡ് ഡൗൺ, കീപ്പോട്ടും മേപ്പോട്ടൊക്കെ ഇങ്ങനെ നോക്കി, ദ മൗണ്ടെയിൻ പാത്ത്സ്, ആ മൗണ്ടെയിൻ പാത്തിലേക്ക്, ബട്ട് സീ നോ വൺ, പക്ഷെ ആരെയും അവിടെ കണ്ടില്ല. ഹിസ് ഓൺ ഹോം ഈസ് ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. മൗണ്ടെയിൻ കാരണം അവൻ്റെ വീടിരിക്കുന്ന ഭാഗം തന്നെ ഹിഡനാണ്, മറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ദ റിവർ ഈസ് നോട്ട് ഇൻ സൈറ്റ് എയ്തർ, എന്നാൽ അവൻ്റെ കാഴ്ചയിൽ എന്തുമില്ല, റിവറുമില്ല. ഹീ വിഷസ് സം വൺ വേർ വിത്ത് ഹിം, ആ സമയത്ത് അവനിങ്ങനെ ആലോചിക്കുകയാണ്, അവനിങ്ങനെ ആഗ്രഹിക്കുകയാണ്, ആരെങ്കിലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അണ്ടർസ്റ്റാൻഡ്? ഇനി ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ് അറ്റ് ദ ടൈം, ഈ സമയത്ത് എന്തായിരിക്കും അവൻ്റെ തോട്ട്, റൈറ്റ് ദം ബിലോ, അത് എഴുതാനാണ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ കുട്ടി ഇവിടെ ഒറ്റക്കായി, അവന് ചെറിയൊരു നിരാശ വരികയാണ്. ഈ സമയത്ത് അവന് എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക, ഈ തോട്ട്സാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഡെമോ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. ഐ ഡു നോട്ട് നോ ഹൗ ഫാർ ഐ ഹാവ് ടു ഗോ, അല്ല, എനിക്കറിയില്ല എത്ര ദൂരം എനിക്ക് പോകാനുണ്ടെന്ന്. ദ ഇൻഫർമേഷൻ ഐ റിസീവ്ഡ് ഫ്രം ദ ബോയ് മേ നോട്ട് ബി ട്രൂ, ആ കുട്ടിയിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ ഒരു പക്ഷേ തെറ്റായിരിക്കാം. വൈ ഡിഡ് ഹീ ഗീവ് മീ ഫാൾസ് ഇൻഫോർമേഷൻ, എന്തുകൊണ്ടായിരിക്കും അവൻ എനിക്ക് തെറ്റായ വിവരം നൽകിയത്. പക്ഷേ ദ വുഡ് കട്ടർ സെഡ് എ 3 hour വാക്ക് വിൽ ടേക്ക് മീ ടു ദ റിവർ, പക്ഷേ എന്നോട് വുഡ് കട്ടർ പറഞ്ഞിട്ടുണ്ട് 3 മണിക്കൂറോളം യാത്ര നടന്നാൽ എനിക്ക് എന്ത് കാണാൻ പറ്റും, റിവർ കാണാൻ പറ്റും. മൈ ഫാദർ ആൻഡ് മദർ മൈറ്റ് ഹാവ് റിട്ടേൺഡ്, എൻ്റെ അമ്മയും അച്ഛനും തീർച്ചയായിട്ടും തിരിച്ചു വന്നിട്ടുണ്ടാകും. വാട്ട് വിൽ ഐ ടെൽ ദം, ഞാൻ എന്താണ് ഇനി അവരോട് പറയാം. ഐ ആം ഷുവർ ടു ബി ബീറ്റൺ അപ്പ് ടു നൈറ്റ്, എനിക്ക് ഉറപ്പാണ് ഇന്ന് രാത്രി എനിക്ക് അടി കിട്ടും. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്, ഇരുട്ട് വീണ്ടുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു റിട്ടേൺ, എനിക്കിപ്പോൾ എന്താണ് നല്ലത്, തിരിച്ചു പോകുന്നതാണ്. പക്ഷെ ഞാനെങ്ങനെ തിരിച്ചു പോകും. ഐ ഡോണ്ട് നോ ദ വേ ബാക്ക് ഹോം, എനിക്ക് വീട്ടിലേക്കുള്ള വഴി അറിയുകയില്ല. ദർ ആർ നോ ഷോപ്സ്, ഇവിടെ ഷോപ്പുമില്ല. ഓർ ഈവൻ ഹൗസസ് നിയർ ബൈ, അടുത്ത് വീടുകൾ പോലുമില്ല. വാട്ട് സോർട്ട് ഓഫ് എ പ്ലേസ് ഈസ് ദിസ്, എന്ത് സ്ഥലമാണിത്. ഐ ആം ഫീലിംഗ് ഹംഗ്രി, എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. നോ വൺ ഈസ് ടു ബി സീൻ. വൈ ഈസ് നോട്ട് സം വൺ കമ്മിങ് അലോങ് ദിസ് പാത്ത്, ഒരാളെയും കാണുന്നില്ല, എന്തുകൊണ്ടാണ് ആരും ഇങ്ങോട്ട് വരാത്തത്. ഐ ഫീൽ ടയേർഡ് ആൻഡ് വോൺ ഔട്ട്, എനിക്ക് നന്നായിട്ട് ക്ഷീണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടിയുടെ തോട്ട്സ് ഉണ്ടാവുക. അണ്ടർസ്റ്റാൻഡ്? നമ്പർ 4, 4ാമത്തെ ആക്ടിവിറ്റി. ദ ഫോളോയിങ് ആർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പാത്ത് ടു ദ ഹിൽ, റീഡ് ദം. ഇവിടെ കുന്നിന് മുകളിലേക്കുള്ള വഴിയെപ്പറ്റിയുള്ള ഒരു വിവരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് വായിക്കാനാണ്. 2 കോളത്തിലായി തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് എ ദെൻ ബി. നമുക്കാദ്യം എ, കോളം എ. ദ പാത്ത് വാസ് സ്റ്റീപ്പ്, അല്ലേ, ചെങ്കുത്തായ പാതയാണ്. ഇറ്റ് വാസ് എ ഡിസി വിൻഡിങ് വൺ. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫാൻസ്. ദ ട്രീസ് വെയർ വോണ്ട് ഇൻ ക്രീപ്പേഴ്സ്. അപ്പം പച്ച പുല്ലുകൾ നിറഞ്ഞ മരങ്ങളൊക്കെ വള്ളികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ വുഡ് സഡൻലി റിയർ ഇറ്റ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫാൻസ്. പെട്ടെന്ന് തന്നെ ഒരു മനോഹരമായ ഗോൾഡൻ ഹെഡുള്ള ഒരു ഡാലിയ ചെടി ഈ പുല്ലുകൾക്കിടയിൽ നിന്നും ഇങ്ങനെ ഉയർന്നു വന്നു, അതിൻ്റെ അഗ്രഭാഗം ഉയർന്നു വന്നു. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്, കുന്നിൻ ചെരുവിൽ നിന്നും വെള്ളം മുറ്റി വീഴും. ദ വാട്ടർ വാസ് കോൾഡ്, വെള്ളം നല്ല തണുത്തതായിരുന്നു. ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിങ്, നല്ല ഫ്രഷായ വാട്ടർ ആയിരുന്നു. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് നോക്കുക, വളരെ ചുരുക്കിയിട്ടാണ് തന്നത്. ദ പാത്ത് വാസ് സ്റ്റീപ്പ്, ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ഫാൻസ്,
ട്രീസ് ആൻഡ് ദാലിയാസ്. അല്ലേ, ഇവിടെ പറഞ്ഞത് എന്താണ്? പാത്ത് വാസ് സ്റ്റീപ്പ്, ചെങ്കുത്തായ പാതയായിരുന്നു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ഫെൻസ്, പുല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ട്രീസ് ആൻഡ് ഡാലിയാസ്, മരങ്ങൾ കൊണ്ടും ദാലിയ ചെടികൾ കൊണ്ടും. വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്, കുന്നിൻ ചെരുവിൽ നിന്ന് വെള്ളം വന്നു. ദ വാട്ടർ വാസ് റിഫ്രഷിങ്. അപ്പോൾ ഇവിടെ ഡിസ്ക്രൈബിങ് വേർഡ്സ് വല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇതിൽ മനോഹരമായിട്ട് ഇവിടെ ഡിസീവിൻറ്റിങ് വൺ, ഇങ്ങനെ ഒരുപാട് വർണ്ണിച്ചാണ് ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത്. ദെൻ വിച്ച് ഡിസ്ക്രിപ്ഷൻ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്? ഏത് ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ മോർ ഇൻട്രസ്റ്റിംഗ്, നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്? തീർച്ചയായിട്ടും ഏതായിരിക്കും? എ ആയിരിക്കും. നമ്പർ 2, ലിസ്റ്റ് ദ വേർഡ്സ് വിച്ച് ആഡ് ഗ്രേറ്റർ എഫക്റ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഭയങ്കര എഫക്റ്റ് കൊടുക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് അല്ലേ? ഡിസീവിൻറ്റിങ് വൺ, കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫെൻസ്, ഹിയർ ഇറ്റ് ഈസ് ഗോൾഡൻ ഹട്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്ലേസ്. ഇനി ഈ ഡിസ്ക്രിപ്ഷനിൽ സ്ഥലത്തെ വിവരിക്കുന്ന വാക്കുകൾ കണ്ടെത്താനാണ്. ഏതൊക്കെയാണ്? സ്റ്റീപ്പ്, പിന്നെ ഡിസി, വിൻഡിങ്, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീപ്പ്, ഡിസി, വിൻഡിങ്, ഇതൊക്കെയാണ് പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ഇതിൽ യൂസ് ചെയ്തത്. ഓക്കെ. ദെൻ 5th വൺ, ഇമാജിൻ ദാറ്റ് ആഫ്റ്റർ സെവറൽ ഇയേഴ്സ്. ഓക്കെ, ഇനി കുറേ വർഷങ്ങൾക്ക് ശേഷം ദ ബോയ് വിസിറ്റ് ദ പ്ലേസ് അഗൈൻ. ഈ സ്ഥലം വീണ്ടും ആ കുട്ടി വിസിറ്റ് ചെയ്യുകയാണ്. ഈ നോട്ടീസസ്, ആ സമയത്ത് അവൻ ശ്രദ്ധിക്കുന്നു ദാറ്റ് ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് ഈ സ്ഥലമൊക്കെ ആകെ മാറിപ്പോയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബിക്കം എ ടൂറിസ്റ്റ് സ്പോട്ട് നോ. ഇപ്പോൾ ആ സ്ഥലം എന്താണ്? ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. വാട്ട് കുഡ് ബി ദ ചേഞ്ചസ്? എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക? ഡിസ്ക്രൈബ് ദ ചേഞ്ചസ് ഇൻ ദ പ്ലേസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ ഈ സ്ഥലത്ത് അവൻ അന്ന് വിസിറ്റ് ചെയ്ത സ്ഥലമാണല്ലോ, ഈ പ്ലേസിൽ വന്ന ചേഞ്ചസിനെ പറ്റി നിങ്ങളുടെ വേർഡ്സിൽ ഇവിടെ എഴുതാനാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ചില വേർഡ്സിൻ്റെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലീൻ, കോൾഡ്, കളർഫുൾ, കൂൾ, ക്രൗഡഡ്, ഡേർട്ടി, ഫ്ലാറ്റ്, ഹില്ലി, ഹോട്ട്, ഹ്യൂമിഡ്, ഇൻഡസ്ട്രിയൽ, മോഡേൺ, മൗണ്ടേനിയസ്, നാരോ, ഓൾഡ്, ക്വയറ്റ്, റൂറൽ, സാൻഡി, സ്പെക്ടാക്കുലർ, അർബൻ, വിൻഡി. ഈ വേർഡുകളൊക്കെ പ്ലേസ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേർഡ്സാണ്. ദെൻ 6th ആക്ടിവിറ്റി, 6ാമത്തെ ആക്ടിവിറ്റി. ദ ബോയ് നോട്ടീസസ് എ ഫ്യൂ പ്ലക്കാർഡ്സ് ആൻഡ് പോസ്റ്റേഴ്സ് വിത്ത് സ്ലോഗൻ റിട്ടൺ ബൈ ലവേഴ്സ് ഓഫ് നേച്ചേഴ്സ്. റീഡ് ദ സ്ലോഗൻസ്. അപ്പോഴാണ് ആ കുട്ടി അവിടെ ശ്രദ്ധിച്ചത്, അവിടെ ലവേഴ്സ് ഓഫ് നേച്ചർ, പ്രകൃതി സ്നേഹികളായ കുറച്ച് ആളുകൾ അവിടെ കുറച്ച് പ്ലക്കാർഡ്സും പോസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ ഉള്ളത്? സേവ് ട്രീസ്, സേവ് വാട്ടർ, സേവ് ട്രീസ്, ഹെൽപ്പ് അസ് എ ബ്രീച്ച്. അണ്ടർസ്റ്റാൻഡ്? ഇതൊക്കെയാണ് അവിടെ കണ്ട പ്ലക്കാർഡും അതിലെ സ്ലോഗൻ. വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേഡ് ഇൻ ദ എബോ സ്ലോഗൻസ്? ഇതിൽ എന്ത് മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡ്? ഈ സ്ലോഗൻസിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? സേവ് ട്രീസ്, സേവ് വാട്ടർ, സേവ് ട്രീസ്, ഹെൽപ്പ് അസ് ബ്രീച്ച്. ഇനി നൗ റൈറ്റ് 2 other slogans on the need to conserve nature. പ്രകൃതി സംരക്ഷിക്കാൻ പറ്റുന്ന 2 സ്ലോഗൻസ് ഇവിടെ നിങ്ങൾ എഴുതാനാണ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് എ ട്രീ, ഗെറ്റ് എയർ ഫോർ ഫ്രീ. പ്ലാന്റ് മോർ ട്രീസ്, ഗെറ്റ് മോർ റെയിൻ. ടേക്ക് കെയർ ഓഫ് ട്രീസ് ആൻഡ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് യു. 6th ആക്ടിവിറ്റിയിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ഇറ്റ്. ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, സേവ് നേച്ചർ, ഡു നോട്ട് കട്ട് ട്രീസ്, നോ ട്രീസ് നോ മാൻ. 2 പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു പോസ്റ്റർ. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഡു യു സീ ഇൻ ദീസ് പോസ്റ്റർ? എന്താണ് നിങ്ങൾ ഈ പോസ്റ്ററിൽ കാണുന്നത്? നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എന്താണ് ഇവിടെ കാണുന്നത്? റൈറ്റ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുള്ള ഈ ബോക്സിൽ ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതുക. ഫസ്റ്റ് ടൈറ്റിൽ. എന്താണ് ഇവിടെ ടൈറ്റിൽ? എന്താ ടൈറ്റിൽ? ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാൻ പറ്റും, ടൈറ്റിൽ. ദെൻ ഇല്ലുസ്ട്രേഷൻ അല്ലേ? 2 സ്യൂട്ടബിൾ പിക്ചേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ സ്യൂട്ടബിൾ പിക്ചേഴ്സ്. ദ സ്ലോഗൻ. എന്ത് മുദ്രാവാക്യമാണ് ഇതിലുള്ളത്? നമുക്ക് കാണാം, നോ ട്രീസ് നോ മാൻ.
മരമില്ലെങ്കിൽ മനുഷ്യനുമില്ല. ദെൻ ഇൻസ്ട്രക്ഷൻ, ഇവിടെ ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഡു നോട്ട് കട്ട് ട്രീസ്, മരങ്ങളൊന്നും മുറിക്കരുത്. ദെൻ മെസ്സേജ്, എന്ത് മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്? സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, സേവ് നാച്ചർ. അല്ലേ, മരങ്ങൾ വെട്ടുന്നതൊക്കെ നിർത്തുക, എന്നിട്ട് പ്രകൃതിയെ രക്ഷിക്കുക എന്നൊരു മെസ്സേജാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എന്തിലുണ്ടാവുക? ഒരു പോസ്റ്ററിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈ സ്ലോഗൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ക്ലിയർ ആൻഡ് അപ്രോപ്രിയേറ്റ് ടു ദ ടോപ്പിക്, തന്നിരിക്കുന്ന സബ്ജക്റ്റിനോട് വളരെ യോജിച്ചതായിരിക്കണം, വ്യക്തമായതായിരിക്കണം. കൺസൈസ്, ക്രിയേറ്റീവ്, ക്യാച്ചി, എഫക്റ്റീവ്, പെട്ടെന്ന് ആളുകൾ ശ്രദ്ധ പിടിച്ച് പറ്റുന്ന സ്ലോഗൻസ് ആയിരിക്കണം. വളരെ ചുരുങ്ങിയ വേർഡ്സിലായിരിക്കണം. വെൽ ഓർഗനൈസ്ഡ് ഇൻഫർമേഷൻ, ആക്യുറേറ്റ് സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ, റിതമിക്, ഹെൻസ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ വളരെ റിതമിക്കായിട്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ പെട്ടെന്ന് പിടിച്ച് പറ്റുന്ന സ്ലോഗൻസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. 7th one, ഏഴാമത്തെ ആക്ടിവിറ്റി. Imagine that the nature club of your school is going to conduct a poster making competition in connection with the World Environment Day. World Environment Day അനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് ഒരു പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു മനോഹരമായ പോസ്റ്റർ നിർമ്മിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് കഴിഞ്ഞ ആക്ടിവിറ്റീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. Then 8th one. 8th question. Read the description about the boy in the story. How far is the river? Read the description about the boy. ഇവിടെ ഈ കുട്ടിയെ പറ്റിയാണ് വിവരണം തന്നിട്ടുള്ളത്. ഏത് നമ്മുടെ കഥയുണ്ടല്ലോ, ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന കഥയിലെ ആ ബോയിയുടെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വായിക്കാം. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. He had fine features and a clean brown skin, but his hands and feet were rough and scratched. He was barefooted, not because he could not afford shoe, but because he liked the feel of warm stone and cool grass. Understand? Then what are the words used to describe the boy? ഇവിടെ മനോഹരമായിട്ടാണ് ഈ കുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി ഫിസിക്, അവൻ്റെ ശരീരപ്രകൃതത്തെ പറ്റി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാ? എ സ്റ്റേഡി ബോയ്, അല്ലേ? ഈ വേർഡാണ് അവിടെ യൂസ് ചെയ്തത്. ദെൻ ഹെയർ, അവൻ്റെ മുടിയെപ്പറ്റി ബ്ലാക്ക്. ദെൻ ഐസ്, ബ്ലാക്ക് ഐസ്. Can you see black eyes? Skin, brown skin. Okay. Then hands and feet, rough and scratched. Number B. The boy meets a girl on his way to the river. അപ്പോൾ ഈ പുഴയിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമ്പം ഈ ബോയ് ഒരു ഗേളിനെ കണ്ടുമുട്ടി. ഡിസ്ക്രൈബ് ദ ഗേൾ വിത്ത് റെഫറൻസ് ടു ദ ഫോളോയിങ്, റൈറ്റ് ഇറ്റ് ബിലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെൺകുട്ടിയെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം മുമ്പ് ഈ ബോയിയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പിയറൻസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ ഒരു ഡെമോ തന്നിട്ടുണ്ട്. Can you see? The brown-eyed girl I met in the valley exuded confidence. She held a curved knife with an air of self-reliance. She was alone, but her fearless and perfectly posed manners instilled in me the determination to continue my journey to the river. Her bangles made music when she moved her hands, and it was as though the hands spoke a language of their own. Okay. ഇനി ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരാളെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ചില വേർഡ്സുകളാണ് അവിടെ തന്നിട്ടുള്ളത്. ഹൈറ്റ്, മീഡിയം, ഷോർട്ട്, ടോൾ. ബോഡി ടൈപ്പ് അത്ലറ്റിക്, ഹെവി, മസ്കുലർ, പ്ലംപ്, സ്കിന്നി, സ്റ്റോക്കി, തിൻ. ഹെയർ ബ്ലോണ്ട്, ബ്രൗൺ, കേളി, ഡാർക്ക്, ലൈറ്റ്, ലോങ്, റെഡ്, ഷോർട്ട്, സ്ട്രൈറ്റ്, വേവി. ഫീച്ചേഴ്സ് ബേർഡ്, ഡിംപിൾ, ഗ്ലാസസ്, മോൾ, മൊസ്റ്റാഷ്, റിങ്കിൾ. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പം ഈ വേർഡ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ.
അവരുടെ ഹൈറ്റ് വിശദീകരിക്കുമ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാം. ബോഡി ടൈപ്പിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പം ഈ വേർഡ്സ് ചെയ്യാം. ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരാളെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ആദ്യം ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. പാരഗ്രാഫ് 1 ഫസ്റ്റ് ദ നെയിം ഓഫ് ദ പേഴ്സൺ, വെൻ, വേർ ആൻഡ് ഹൗ യു ഫസ്റ്റ് മെറ്റ് ഹിം. അണ്ടർസ്റ്റാൻഡ്, മെറ്റ് ഹിം എന്നാണ്, ഓർ ഹർ. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ അയാളുടെ പേര്, എന്ന്, എവിടെ വെച്ച്, എങ്ങനെയാണ് അവരെ കണ്ടുമുട്ടിയത് എന്നൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ മെയിൻ ബോഡിയാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. അപ്പോൾ ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ 2, 3, 4 ഇതിലെ മെയിൻ ബോഡിയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ പാരഗ്രാഫിൽ ദ ഫിസിക്കൽ അപ്പിയറൻസ്, അവരുടെ മുഖത്തിൻ്റെ സൗന്ദര്യവും അതുപോലെ അവർ ധരിച്ച വസ്ത്രത്തെ പറ്റി. അണ്ടർസ്റ്റാൻഡ്, വെൻ യു ഡിസ്ക്രൈബ് സംവൺസ് ഫിസിക്കൽ അപ്പിയറൻസ് സ്റ്റാർട്ട് വിത്ത് ദ ജനറൽ ഫീച്ചേഴ്സ്. വെൻ യു ഡിസ്ക്രൈബ് സംവൺസ് ഫിസിക്കൽ അപ്പിയറൻസ്, അപ്പോൾ ആദ്യം നമ്മൾ അവരുടെ ശരീരപ്രകൃതിയെ പറ്റി പറയുമ്പം ആദ്യം നമുക്ക് ജനറൽ ഫീച്ചേഴ്സ് എന്ന് തുടങ്ങാം. ഹൈറ്റ്, അവരുടെ വയസ്സ്, ഇതൊക്കെയാണ് തുടങ്ങേണ്ടത്. എന്നിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവരുടെ പ്രത്യേകമായ ചില കാര്യങ്ങളിലേക്ക് എഴുതി തുടങ്ങാം. ഹെയർ, ഐസ്, നോസ്. അണ്ടർസ്റ്റാൻഡ്. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വസ്ത്രത്തെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അണ്ടർസ്റ്റാൻഡ്. ഫോർ എക്സാമ്പിൾ, കല്യാണി ഈസ് എ ടോൾ സ്ലിം ഗേൾ ഇൻ ഹെർ ഏർലി 20s. ഷീ ഹാസ് ഗോട്ട് ബ്ലാക്ക് ഹെയർ ആൻഡ് ബ്രൗൺ ഐസ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ പേഴ്സണൽ ക്വാളിറ്റീസും, നാലാമത്തതിൽ അവരുടെ ഹോബീസും ഇൻട്രസ്റ്റ്സും ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അഞ്ചാമത്തെ പാരഗ്രാഫ് കൺക്ലൂഷനായിട്ട് എഴുതാം. കമൻറ്റ്സ് ആൻഡ് ഫീലിങ്സ് അബൌട്ട് ദ പേഴ്സൺ, അവരെ പറ്റി നിങ്ങളൊരു കമൻറ്റ്, നിങ്ങൾക്ക് എന്താണ് അവരെ പറ്റി തോന്നുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരാളെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ പാലിക്കേണ്ട സ്റ്റെപ്സ്. ഓക്കെ. ദെൻ 9th ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ലെറ്ററാണ്. ഹിയർ ഈസ് എ ലെറ്റർ റിട്ടൺ ബൈ അനുഷ്ക. റീഡ് ആൻഡ് ഫൈൻഡ് ഹൗ അനുഷ്ക ഹാസ് ഓർഗനൈസ്ഡ് ഹെർ ലെറ്റർ. ഇവിടെ ലെറ്റർ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ആദ്യം സെൻഡേഴ്സ് അഡ്രസ്സ്, അല്ലേ, ഒരു കത്ത് എഴുതുന്ന ആളുടെ അഡ്രസ്സാണ് ഇവിടെ ആദ്യം നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഇവിടെ ഡേറ്റ്, ദെൻ സല്യൂട്ടേഷൻ, ഡിയർ അമ്മു, അമ്മുവിനാണ് എഴുതുന്നത്. ഇവിടെ ഈ കോമ നിർബന്ധമായിട്ടും എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ മെയിൻ ബോഡി. അണ്ടർസ്റ്റാൻഡ്, മെയിൻ ബോഡി. അവസാനം ക്ലോസിങ് വിത്ത് റിഗാർഡ്സ് അനുഷ്ക. അപ്പോൾ ഇവിടെ നല്ല രൂപത്തിൽ ഈ ഫോർമാറ്റ് തന്നിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഇനി ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ ഈസ് ത്രില്ഡ് ആഫ്റ്റർ വിസിറ്റിംഗ് ദ റിവർ. അപ്പോൾ നമ്മളെ ഈ കഥയിലെ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന സ്റ്റോറിയിലെ ഈ കുട്ടി, ഈ ബോയ്, അവനെ പുഴ സന്ദർശിച്ചതിന് ശേഷം വളരെ ത്രില്ലഡ് ആയിരുന്നു, അല്ലേ, ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. ഹി ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ടു ഷെയർ ഹിസ് എക്സ്പീരിയൻസ്. അപ്പോൾ അവൻ്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി അവൻ അവൻ്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എങ്ങനെയായിരിക്കും ലെറ്റർ? അത് എഴുതാനാണ്. ഓക്കെ. അപ്പോൾ ചെറിയൊരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ആദ്യം ആരാണ് എഴുതുന്നത്? അപ്പോൾ ഷുഹൈബ്, ഗ്രീൻ വില്ലാസ്, സിറ്റി റോഡ്, കാലിക്കറ്റ്. പിന്നെ ഡേറ്റ് എഴുതി. ദെൻ ആർക്കാണ് എഴുതുന്നത്? ഡിയർ അരവിന്ദ്, കോമ. എന്നിട്ട് ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ കാര്യങ്ങൾ പറയും. അവസാനം നമ്മൾ എന്ത് ചെയ്യും? അത് ക്ലോസ് ചെയ്യും. ഐ വിഷ് യു വെർ ഓൾസോ വിത്ത് മീ, നീയും എൻ്റെ കൂടെ ഉണ്ടെങ്കിലെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ച് പോയി. സീ യു സൂൺ, ടേക്ക് കെയർ, വിത്ത് റിഗാർഡ്സ്, ഷുഹൈബ്. ഓക്കെ. അപ്പോൾ ഈ ഫോർമാറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പ്രിപ്പയർ എ മാഗസിൻ ഓൺ ദ ടോപ്പിക് സേവ് പ്ലാനറ്റ് എർത്ത്. യു ക്യാൻ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ യുവർ മാഗസിൻ. അപ്പോൾ സേവ് പ്ലാനറ്റ് എർത്ത്, ഭൂമി എന്ന ഈ ഗ്രഹത്തെ രക്ഷിക്കൂ എന്ന ടോപ്പിക്കിൽ നിങ്ങളൊരു മാഗസിന് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയംസ്, പോസ്റ്റേഴ്സ്, സ്റ്റോറീസ്, സ്ലോഗൻസ്, റിഡിൽസ്, ഡിസ്ക്രിപ്ഷൻസ്, പെയിൻറ്റിങ്സ്, കോഡ്സ്, വേർഡ് പസിൽസ് ഒക്കെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ. The 11th activity, find the words that convey the same idea and write them in the space provided. നമ്മൾ ഒരു വാക്ക് അതുപോലത്തെ മീനിങ് തരുന്നൊരു വാക്കിനെ നമ്മൾ സിനോണിംസ് എന്നാണ് പറയുക. സിനോണിം ഉണ്ടോ? ഇപ്പോൾ വാക്ക്, നടക്കുക, മാർച്ച്, നടക്കുക, അപ്പോൾ ഒരേ അർത്ഥമാണ് വരുന്നത്. അതേ ഐഡിയ ആണ് നമുക്ക് ഈ വേർഡിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഈ വേർഡിനാണ് നമ്മൾ സിനോണിം എന്ന് പറയുക. അപ്പോൾ ബാക്കിയുള്ള സിനോണിംസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതാനാണ്. അപ്പോൾ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. മാർച്ച്, സ്ട്രൈഡ്, സ്ട്രോൾ, സ്റ്റെപ്പ്, ട്രെഡ്. സ്റ്റോപ്പ്, പോസ്, ബ്ലോക്ക്, ക്ലോസ്, ഫിനിഷ്, ആസ്ക്, ഇൻക്വയർ, ഡിമാൻഡ്, റിക്വസ്റ്റ്,
kiss. Decide, agree, conclude, determine, choose. Understand? വേറെയും synonyms കണ്ടെത്തി അത് പഠിക്കുക. ഓക്കെ. Then 11th activity. Look at the following sentences. 12ാമത്തെ ആക്ടിവിറ്റി. ഇവിടെ തന്നിട്ടുള്ള സെൻറ്റൻസ് ഒന്ന് വായിക്കുക. ദ ബോയ് വാക്ക്ഡ് അലോങ് ദ പാത്സ്. വഴിയിലൂടെ ആര് നടന്നു? കുട്ടി നടന്നു. രണ്ടാമത്തെ നോക്കുക. ദ സ്റ്റേഡി ബോയ്, അല്ലേ, നല്ല ആരോഗ്യമുള്ള ആ കുട്ടി വാക്ക്ഡ് അലോങ് ദ സ്റ്റോണി പാത്സ്. സ്റ്റോണി പാത്തിലൂടെ നടന്നു. മൂന്നാമത്തെ നോക്കുക. ദ യങ് ബെയർ ഫൂട്ടഡ് സ്റ്റേഡി ബോയ് വാക്ക്ഡ് അലോങ് ദ സ്റ്റോണി പാത്സ്. അപ്പോൾ ഇവിടെ വെറും ബോയ് എന്നാണ് തന്നത്. ഇവിടെ ബോയ് എന്ന വേർഡിന് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. സ്റ്റേഡി ബോയ് കണ്ടോ. ഇവിടെ പാത്തിന് രണ്ടാമത്തേൽ സ്റ്റോണി പാത്സ്, കല്ലുകൾ നിറഞ്ഞ വഴി. ഇനി മൂന്നാമത്തെ സെൻറ്റൻസിൽ ഒന്നും കൂടിയും വിശദീകരിച്ചു. യങ് ബെയർ ഫൂട്ടഡ് സ്റ്റേഡി ബോയ്, നഗ്നപാതനായ ആ ചെറിയ കുട്ടി, അല്ലെ, ചെറിയ ആരോഗ്യവനായ ആ കുട്ടി. അലോങ് ദ സ്റ്റോണി പാത്സ്. വിച്ച് സെൻറ്റൻസ് ടെൽ യു മോർ അബൌട്ട് ദ പ്ലേസ് ആൻഡ് ബോയ്? ഇതിലേത് സെൻറ്റൻസിൽ നിന്നാണ് ഈ കുട്ടിയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടുന്നത്? തീർച്ചയായിട്ടും ഏതെന്നായിരിക്കും? സിയിൽ നിന്നായിരിക്കും. ഇതിലാണ് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്, അല്ലേ? സർക്കിൾ ദ വേർഡ്സ് ദാറ്റ് ഗീവ് മോർ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? സർക്കിൾ ചെയ്യാനാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ സ്റ്റേഡി ഇവിടെ ഓൾറെഡി സർക്കിൾഡ് ആണ്. ദെൻ ഇവിടെ ഏതാണ്? സ്റ്റോണി. ഇനി ഇവിടെ യങ്, ദെൻ ബെയർ ഫൂട്ടഡ്, സ്റ്റേഡി. ഇവിടെ പാച്ചിനെ പറ്റി സ്റ്റോണി. ഓക്കെ. അപ്പം ഇങ്ങനെ ഈ വേർഡ് നൗണിനെ വിശദീകരിക്കുന്ന വേർഡ്സിനാണ് നമ്മൾ എന്ത് പറയുക? അജക്റ്റീവ്സ് എന്ന് പറയാം. ഡിസ്ക്രൈബിങ് വേർഡ്സ് അല്ലെങ്കിൽ അജക്റ്റീവ്സ് എന്ന് പറയും. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ദ സ്റ്റേഡി ബോയ് എന്നുള്ളതിൽ ഏതാണ് അജക്റ്റീവ്സ്? സ്റ്റേഡി. ഈ സെൻറ്റൻസിൽ അജക്റ്റീവ് ഏതൊക്കെയാണ്? യങ്, ബെയർ ഫൂട്ടഡ്, സ്റ്റേഡി. ഇവിടെ സ്റ്റോണി എന്നതും എന്താണ്? അജക്റ്റീവാണ്. ഓക്കെ. ദെൻ അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ. ഇപ്പോൾ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന കഥയിലെ ഒരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. റീഡ് ഇറ്റ് കെയർഫുള്ളി. അത് വായിക്കാനാണ്. നൗ പിക്ക് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആൻഡ് നെയിമിംഗ് വേർഡ്സ് ഫ്രം ദ എക്സ്ട്രാക്ട് ആൻഡ് സ്റ്റിക്ക് ദം ഓൺ ദ ബാഗ്സ് ഗിവൺ ബിലോ. വൺ ഈച്ച് ഹാസ് ബീൻ ഡൺ ഫോർ യു. ഓക്കെ. അപ്പോൾ ഇവിടെ ഡിസ്ക്രൈബിംഗ് വേർഡ്സും നെയിമിംഗ് വേർഡ്സുമാണ് നിങ്ങൾ ഇവിടെ മാറ്റി എഴുതേണ്ടത്. അപ്പോൾ സ്റ്റേഡി ബോയ് എന്നുള്ളതിൽ സ്റ്റേഡി ആണ് എന്ത്? ഡിസ്ക്രൈബിംഗ് വേർഡ്. അതുപോലെ ബോയ് എന്നത് നെയിമിംഗ് വേർഡ്. 13ാമത്തെ ആക്ടിവിറ്റി. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പാത്സ് ആൻഡ് ടേക്ക് നോട്ട് ഓഫ് ദ വേർഡ്സ് ഇൻ ബോൾഡ്. ഇവിടെ ആ വഴിയെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബോൾഡ് ചെയ്തിരിക്കുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen and mule drivers, but there were no villages beyond the mountain or near the river. Look at the sentences. The path to the river dropped steeply. ഇവിടെ കണ്ടല്ലോ. The path to the river dropped steeply into the valley. ഇവിടെ പാത്ത് എന്ന വേർഡും റിവർ എന്ന വേർഡിനെയും ബന്ധിപ്പിക്കുന്ന വേർഡാണെന്ത്? ടു. പുഴയിലേക്കുള്ള വഴി. പാത്ത് എന്ന് പറഞ്ഞാൽ വഴി, റിവർ എന്ന് പറഞ്ഞാൽ പുഴ. അപ്പം ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വേർഡാണ് ടു. അണ്ടർസ്റ്റാൻഡ്? ഇങ്ങനെ രണ്ട് വേർഡിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വേർഡിനെ, കണക്ട് ചെയ്യുന്ന വേർഡിനാണ് നമ്മൾ എന്ത് പറയുക? പ്രിപ്പോസിഷൻ. ഓക്കെ. അപ്പം ഇൻ ടു, നിയർ, ബിയോണ്ട്, അല്ലേ? ഇവിടെ വില്ലേജിനെയും മൗണ്ടൈനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വേർഡ് ഏതാ? ബിയോണ്ട്. അണ്ടർസ്റ്റാൻഡ്? മലകൾക്കപ്പുറത്ത് നോ വില്ലേജ്. ഗ്രാമങ്ങളിൽ ഇവിടെ മൗണ്ടൈനെയും വില്ലേജിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ബിയോണ്ട് എന്നുള്ള ഈ പ്രിപ്പോസിഷനാണ്. അപ്പോൾ പ്രിപ്പോസിഷൻ എന്താണെന്ന് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾ സൂട്ടബിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷനാണ് കൊടുക്കേണ്ടത്. ദെൻ ഡു നോട്ട് പാർക്ക് ഡാഷ് ഡബിൾ യെല്ലോ ലൈൻസ്. എന്താണ് ഇവിടെ വരിക? യെസ്, ഓൺ. പ്രശ്നം ഓൺ ഡബിൾ
yellow lanes. Second one, don't drive in the park. Okay, parkil drive ചെയ്യരുത്. Then walk on the right, drive on the left. Okay, keep away from wild animals. Understand? What is the preposition ആണ് from. Then highly inflammable, handle with care. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാന്ന് പറയുമല്ലോ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത പ്രിപ്പോസിഷൻ ഏതാ? വിത്ത്. ബിവെയർ ഓഫ് ഡോഗ്സ്. ഇവിടെ ഈ രണ്ട് വേർഡിനെ കണക്ട് ചെയ്യുന്നത് ഏത് പ്രിപ്പോസിഷൻ വെച്ചിട്ടാണ്? ഓഫ്. ദ ലാസ്റ്റ് ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചറിലേക്ക് നോക്കുക ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പാരഗ്രാഫ് എന്ത് ചെയ്യേണ്ടത്? ഇതിനെപ്പറ്റി എഴുതേണ്ടത്. ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഗിവൺ ഫോർ യു. അപ്പോൾ ഒരു സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എൻ ഓൾഡ് മാൻ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. അല്ലെ, ഒരു വൃദ്ധൻ എവിടെ ഇരിക്കുന്നു? ബെഞ്ചിലിരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രിപ്പോസിഷൻ ഓൺ. ബാക്കിയുള്ള പ്രിപ്പോസിഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ പ്രിപ്പോസിഷൻസ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഡെമോ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എൻ ഓൾഡ് മാൻ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. ഹി ഹാസ് കെപ്റ്റ് ഹിസ് വാക്കിംഗ് സ്റ്റിക്ക് ബിസൈഡ് ഹിം. We can see a boy laying on the grass who is writing something with his pen and a girl flying a kite. The kite is flying above the man. There is a tree just behind the man with a placard on it. To the right of the man there is another tree surrounded by a fence. Two birds are sitting on the tree. അപ്പോൾ ഈ റെഡ് ഇങ്ക് കളേർഡ് വേർഡ്സ് ഒക്കെ പ്രിപ്പോസിഷൻ ആണ്. കൂടുതൽ പ്രിപ്പോസിഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ട് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ചാപ്റ്റർ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ടൈം.